ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കപ്പ ബിരിയാണിയാണ്. എല്ലും കപ്പയും എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കുമല്ലോ. അപ്പം ബീഫ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ബീഫിന് പകരം ചിക്കൻ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ 1/2 കിലോ കപ്പയ്ക്ക് നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. എല്ലുള്ള ചിക്കൻ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം അതാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ പുളിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്കാണെങ്കിൽ വിനീഗറോ നാരങ്ങയോ അല്ലെങ്കിൽ ടൊമാറ്റോയോ ചേർത്ത് കൊടുക്കും. ഒരു പകുതി ടൊമാറ്റോ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല തേച്ച ചിക്കൻ ആണെങ്കിൽ ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കണം, ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കേണ്ടത് ഒരു പാനിലേക്കാണെങ്കിൽ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 1 മുതൽ 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ വറുത്തെടുക്കുക. ഇത് ബിരിയാണിയുടെ ലാസ്റ്റിൽ ചേർക്കുന്ന നല്ല ഒരു ടേസ്റ്റ് നൽകും നമ്മുടെ ബിരിയാണിക്ക്. ഈ രീതിയിൽ നമുക്കിത് വറുത്തെടുത്താൽ മതി. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം. ഇനി പാൻ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് 2 മുതൽ 3 ടീസ്പൂൺ വരെയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകാൻ ഇത് സഹായിക്കും. അപ്പോൾ എണ്ണ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 10 മുതൽ 14 വരെ ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചെറിയുള്ളി ഞാനിവിടെ അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സവോള കൂടി അരിഞ്ഞത് ചേർക്കാം. വലിയൊരു സവോള അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു 2 മുതൽ 3 വരെ പച്ചമുളക് ചേർക്കാം. നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. ഞാൻ അധികം എരിയില്ലാത്തത് കൊണ്ട് ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒത്തിരി സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ 1 മുളക് ചേർത്താൽ മതി. ഇത് നന്നായിട്ട് വഴന്ന് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്താണെങ്കിൽ ഒരു പകുതി ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മൊത്തം കറിയിലേക്ക് നമുക്ക് 1 ടൊമാറ്റോയാണ് ആവശ്യമായിട്ടുള്ളത്. പകുതിയാണെങ്കിൽ നമ്മൾ ചിക്കൻ മസാല തേച്ച് പിടിച്ചാൽ തന്നെ ചേർത്തിട്ടുണ്ട്. ബാക്കി പകുതിയാണെങ്കിൽ നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വേവണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തല്ലോ. അതുപോലെ തന്നെയാണെങ്കിൽ ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെയാണ് കശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മസാല തേച്ച് ചിക്കൻ ആണെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അപ്പം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ടാവും, കണ്ടോ? അപ്പോൾ ആവശ്യത്തിന് ചിക്കൻ വേവാനുള്ളൊരു വെള്ളം ഇതിൽ നിന്ന് തന്നെ കിട്ടും. നല്ലൊരു കുഴഞ്ഞ മസാലയായിട്ടാണ് ഇത് വേണ്ടത്. വെള്ളം കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടി നന്നായിട്ട് വേവിക്കുക. അപ്പം ഞാൻ പാത്രം ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അതൊരു ചെറുതായതുകൊണ്ട് കപ്പയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പാടായതുകൊണ്ടാണ് മാറ്റിയത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനാണെങ്കിൽ കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. കപ്പ ഒത്തിരി ഉടച്ച് ചേർക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉടച്ച് ചേർക്കാം. അതെല്ലാം അധികം ഉടച്ച് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഉടച്ച് നല്ലപോലെ യോജിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് എരിവൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കപ്പയും ഈ ചിക്കനും കൂടി മിക്സ് ചെയ്ത ശേഷം പോരാന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക.
ഇതേപോലെ ഞാൻ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു. കപ്പ ഉടച്ച് ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട. ഇങ്ങനെ നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ഇതിലേക്കാണെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളകി യോജിപ്പിക്കണം. ആ വറുത്ത് ഇട്ടിരിക്കുന്ന തേങ്ങയുടെ ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കപ്പ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഈ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു റെസിപ്പി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.